തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷം ശുചീകരണം ഫലപ്രദമല്ലെന്ന് പരാതിയുണ്ട്. നഗരസഭയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ജില്ലാ കളക്ടറോട് വിശദീകരണം തേടും. പരിശോധനയ്ക്ക് RDOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിച്ചിരുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ മാലിന്യ നീക്കം വൈകുന്നതായും ശുചീകരണത്തിൽ വീഴ്ചകൾ സംഭവിക്കുന്നതായും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഭക്തജനലക്ഷങ്ങൾ എത്തിയ ഉത്സവത്തിന് ശേഷം നഗരം എത്രയും വേഗം വൃത്തിയാക്കേണ്ടത് ആരോഗ്യ സുരക്ഷയ്ക്കും സുഗമമായ ഗതാഗതത്തിനും അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ എന്ന് നേരിട്ട് പരിശോധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം RDOയെ ചുമതലപ്പെടുത്തി. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ശുചീകരണ ചുമതല. എവിടെയെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവ പരിഹരിക്കാൻ കർശനമായ ഇടപെടലുകൾ ഉണ്ടാകും. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനും നഗരത്തെ പൂർവ്വസ്ഥിതിയിലാക്കാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. G. സുധാകരൻ CPIM-നൊപ്പമാണ്. അദ്ദേഹം പാർട്ടിക്കൊപ്പമുണ്ട്. മഹത്തായൊരു പാർട്ടിയല്ലേ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിശുദ്ധവും ഗുണനിലവാരവും നിലനിർത്തിക്കൊണ്ട് ബേക്കറി സ്വീറ്റ്സ് രംഗത്ത് 14 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ബേക്കിംഗ് ബേക്കറി ആൻഡ് ലൈവ് കേക്ക് സ്റ്റുഡിയോയുടെ 7ാമത്തെ ഔട്ട്ലെറ്റ് ഓട്ടുപാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബേക്കിംഗ് ബേക്കറി ആൻഡ് ലൈവ് കേക്ക് സ്റ്റുഡിയോ നിയർ റിലീഫ് മെഡിക്കൽസ്, മെയിൻ റോഡ്, ഒറ്റുപാറ. ഫോൺ 9847600222. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.